ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യം ഇന്ത്യയാണ്. നമുക്കറിയാലോ, 140 കോടിയിലധികം വരുന്ന ജനസംഖ്യയുണ്ട്. ചൈനയെ പിന്തള്ളി നമ്മൾ മുമ്പോട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ ലോകത്ത് ഒരുപാട് ചെറിയ രാജ്യങ്ങളുണ്ട്, നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യങ്ങൾ. ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് സെൻറ്റ് ലൂഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യം. സെൻറ്റ് ലൂഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തുള്ള ആകെയുള്ള ജനങ്ങൾ എന്ന് പറയുന്നത് 1,89,440 കണക്കെടുക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് കഴിഞ്ഞ 2024 ജാനുവരിയിലെ കണക്കാണ്. അതായത് 2 ലക്ഷം പേരിൽ താഴെ മാത്രമേ ആ രാജ്യത്തുള്ളൂ. ഈ രാജ്യത്തെക്കുറിച്ച് ഓർക്കാൻ കാരണം നമ്മുടെ ഒളിമ്പിക്സ് കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒളിമ്പിക്സിൽ ഈ രാജ്യത്തിന് ഒരു ഗോൾഡും ഒരു സിൽവറും ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഇന്ത്യയേക്കാൾ മുമ്പിലാണെന്ന് ചുരുക്കം. ഇനി മറ്റ് ചില ചെറിയ രാജ്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ നോർത്ത് കൊറിയ, അവർക്ക് 2 സിൽവറും 4 ബ്രോൺസും ഉണ്ട് അവർക്ക്. അതുപോലെ തന്നെ ഹോങ്കോങ്ങിന് 2 ഗോൾഡും 2 ബ്രോൺസും കിട്ടിയിട്ടുണ്ട് ഹോങ്കോങ്ങിന്. അതേപോലെ പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം, ഇവിടെയൊക്കെ എത്ര ജനസംഖ്യ ഉണ്ടെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അവിടെ തന്നെ അവർക്ക് ഒരു ഗോൾഡ് ഉണ്ട്. അത് ജാവലിൻ ത്രോയിലുള്ള ഗോൾഡ് അവർക്കാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ യു എസിൻ്റെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല. യു എസ് ആണ് ഒന്നാമത് എത്തിയിട്ടുള്ളത്. 40 ഗോൾഡും 44 ബ്രോൺസും 44 സിൽവറും 42 ബ്രോൺസും ആയിട്ടാണ് നമുക്ക് വന്നേക്കുന്നത്. ചൈന അതുപോലെ 40, 27, 24 അവർക്ക് മൊത്തം 91 മെഡലുകളുണ്ട്. അതുപോലെ യു എസിന് 126 മെഡലുകളുണ്ട്. കുറച്ചുകൂടി താഴെയുള്ള ഫ്രാൻസിന് 64 മെഡലുകളുണ്ട്, അവർക്ക് 16 ഗോൾഡ് ഉണ്ട്. ഇതിനിടക്ക് നമ്മുടെ ഇന്ത്യയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്, ഇന്ത്യക്ക് ആകെ ഉള്ളത് 6 മെഡലുകളാണ്. അതിൽ ഒരെണ്ണം മാത്രമേ സെക്കൻഡ് പ്രൈസ് ഉള്ളൂ, സിൽവർ എന്ന് പറയുന്നത്. അതുപോലെ 5 എണ്ണം ബ്രോൺസ് ആണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ 6 മെഡലുകളോടുകൂടി നമ്മൾ 71ാമത്തെ സ്ഥാനത്താണ് വന്ന് നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലെ പ്രകടനം എങ്ങനെയായിരുന്നു എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. 2008 നമുക്കുള്ളതാകെ 3 മെഡലുകളാണ്. 2012 6 മെഡലുകളാണ്. 2012 നിങ്ങളത് പ്രത്യേകം നോട്ട് ചെയ്യണം. കാരണം 2012 ഒളിമ്പിക്സ് നടക്കുന്നതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ജനിച്ചൊരു പെൺകുട്ടി ഇത്തവണ ചൈനയിൽ നിന്ന് അവർ നമ്മുടെ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ട്. കേവലം 11 വയസ്സേ ഉള്ളൂ. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ അത് 2016 2 മെഡലുകളാണ് നമുക്കുള്ളത്. 2020 നമ്മുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് ഉള്ളത്, അത് 7 മെഡലുകളാണ്. 2024 6 മെഡലുകളാണ്. ഇതിൽ തന്നെ ആകെ 2008 2021 മാത്രമേ നമുക്ക് ഓരോ ഗോൾഡ് വീതം കിട്ടിയിട്ടുള്ളൂ. അതായത് ആകെ 2008 2021 പറഞ്ഞ 2 ഒളിമ്പിക്സിലാണ് നമുക്ക് ആകെ ഓരോ ഗോൾഡ് മെഡലുകൾ കിട്ടിയത്. ഇത്തവണ തന്നെ നമ്മുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് എന്ന് പറയുന്നത്, സെക്കൻഡ് പ്രൈസ് എന്ന് പറയുന്ന സിൽവർ മെഡൽ എന്ന് പറയുന്നത് കിട്ടിയിട്ടുള്ളത് നീരജ് ചോപ്രക്കാണ്. അത് നമുക്കറിയാമല്ലോ, ജാവലിനിലാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഏതാണ്ട് ഒരു 6 മത്സരങ്ങളിൽ നമ്മൾ 4ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ 140 കോടി ജനങ്ങളുള്ള ഇത്ര 5ാമത്തെ ലോകത്തെ സാമ്പത്തിക ശക്തിയായിട്ടുള്ള ഒരു രാഷ്ട്രം എന്തുകൊണ്ടാണ് പുറകിൽ പോകുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണ്ടേ. നമ്മളിവിടെ നിന്ന് പറഞ്ഞയച്ചത് ഇത്തവണ 117 അത്ലറ്റുകളാണ്. ആ 117 അത്ലറ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ 140 ഒഫീഷ്യൽസിനെയും വിട്ടിരുന്നു. കൂടാതെ നമ്മുടെ കയ്യിൽ നിന്ന് മുടക്കിയത് 470 കോടി രൂപയാണ്. ഈ 470 കോടി രൂപ മുടക്കിയിട്ടാണ് നമുക്ക് ഈ പറയുന്ന 6 മെഡലുകളുമായിട്ട് നമ്മൾ വിജയാഹ്ലാദത്തോടെ തിരിച്ചു വന്നിട്ടുള്ളത്. പിന്നെ യു എസ് ഓരോ കൊല്ലവും മുടക്കിക്കൊണ്ടിരിക്കുന്നത് $50 മില്യൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 4000 കോടി രൂപയോളം വരും, അതിലേക്കും വരും. അതുപോലെ ചൈനയുടെ ഈ കഴിഞ്ഞ തവണത്തെ അവരുടെ സ്പോർട്സ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് $1 ബില്യൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടി, ഒരു 8,000 crores എന്ത് ചെയ്യും വരും. അത്തരത്തിലുള്ള വലിയ എമൗണ്ടുകൾ ഈ രാജ്യങ്ങൾ മുടക്കുന്നു. പക്ഷെ നമ്മൾ ഈ പണം മുടക്കാത്തത് മാത്രമാണോ പ്രശ്നം എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണം മുടക്കാത്തത് മാത്രമല്ല പ്രശ്നം, നമ്മളൊരു ഇച്ഛാശക്തി ഇല്ലാത്തത് കൂടിയാണ്. ഇപ്പോൾ വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്ന ഒരു താരത്തിന് 30 വയസ്സേ ഉള്ളൂ. അവിടെ പോകാതിരുന്നത് എന്തുകൊണ്ട്, മത്സരത്തിൽ 53 കിലോയിലേക്ക് അവരങ്ങനെ മത്സരിക്കാൻ നിർബന്ധിതരായി എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഏറ്റവും അവസാനം അത് കൊടുത്തേക്കാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്, കണ്ടിട്ടില്ലാത്തവർക്ക്. അതിൽ ഞാൻ വളരെ ഡീറ്റെയിൽഡായി പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ വിനേഷ് ഫോഗട്ടിനെ പോലെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ സ്പോർട്സ് മന്ത്രാലയങ്ങൾ, നമ്മുടെ സ്പോർട്സിൻ്റെ അതോറിറ്റികൾ ഇതെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് രാഷ്ട്രീയക്കാരാണ്. ആ രാഷ്ട്രീയക്കാർ അവരുടെ ഇച്ഛകൾക്കനുസരിച്ചും കോച്ചുകളും സെലക്ഷൻ കമ്മിറ്റിയും ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ഒരു രാഷ്ട്രീയ കളി നടക്കുന്നതുകൊണ്ടും യഥാർത്ഥമായി സ്പോർട്സ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതി നമുക്കില്ലാത്തത് കൊണ്ടും മാത്രമാണ് ഇന്ത്യ രാജ്യം ഇപ്പോഴും ഈ പറയുന്ന പാകിസ്ഥാനേക്കാളും അല്ലെങ്കിൽ ഈ പറയുന്ന സെൻറ്റ് ലൂഷ്യയെക്കാളും ഒക്കെ ഒരുപാട് താഴെ കിടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണം എന്ന് പറയുന്നത്
ഇപ്പോൾ ഒഡീഷ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ നിന്നാണ് ഹോക്കിയിലേക്ക് ഏതാണ്ട് 6-ലധികം വരുന്ന താരങ്ങളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്, ഇന്ത്യൻ ഹോക്കിയിലേക്ക് തന്നെ. ഭുവനേശ്വറാണ് ഇന്ത്യൻ ഹോക്കിയുടെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത്. ഇതെന്തുകൊണ്ടാണ് എന്ന് നമ്മളത് മനസ്സിലാക്കണം. അവിടെയുള്ള ഗോത്രവർഗ്ഗക്കാരായിട്ടുള്ള SC/ST ട്രൈബൽസ് ഒക്കെ ആയിട്ടുള്ള ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ നേരത്തെ നെഹ്റു അടക്കമുള്ള ആളുകൾ ഭരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അത്രയൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല, കാരണം അവർ അവരുടേതായ രീതിക്ക് ജീവിച്ചോട്ടെ എന്നാണ് വിചാരിച്ചത്. പക്ഷേ നവീൻ പട്നായിക് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി അവിടെ വരികയും ആ നവീൻ പട്നായിക് ഈ പറയുന്ന ആളുകളെ എങ്ങനെ വിദ്യാഭ്യാസത്തിലേക്ക്, എങ്ങനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാമെന്ന് ആലോചിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അദ്ദേഹം കണ്ടെത്തിയൊരു കാര്യമാണ് ഈ പറയുന്ന നിരവധി ട്രെയിനിങ് സെൻറ്ററുകൾ, സ്പോർട്സിലേക്കുള്ള ട്രെയിനിങ് സെൻറ്ററുകൾ ഉണ്ടാക്കുകയും അതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഒരു 1500 രൂപ അങ്ങോട്ട് കൊടുക്കാമെന്നുള്ളൊരു വാഗ്ദാനം വെക്കുകയും അങ്ങനെ കൊടുക്കുമ്പോൾ പാവപ്പെട്ട വളരെ നിരാലംബരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ക്ലാസ്സിൽ പോയാൽ, കുട്ടികളെ ക്ലാസ്സിൽ പറഞ്ഞു വിട്ടാൽ 1500 കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ക്ലാസ്സിൽ പറഞ്ഞു വിടുകയും അവിടെ അങ്ങനെ ഒരു ഹോക്കി കൾച്ചർ ഉണ്ടാക്കുകയും അങ്ങനെ ഉണ്ടാക്കുകയും ചെയ്തതിൻ്റെ ഫലമായി നിരവധി കളിസ്ഥലങ്ങൾ അദ്ദേഹം പഠിക്കുകയും ഭുവനേശ്വർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഹോക്കി ക്യാപിറ്റലായി മാറുകയും ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി മത്സരങ്ങൾ അവിടെ തന്നെ നടത്തപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് അവിടെ ഒഡീഷ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് വളരെ കുറഞ്ഞ സമയത്തിനകം, ഏതാണ്ട് ഒരു 10 കൊല്ലത്തിനകം തന്നെ ഹോക്കിയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ ഒരു ഹോക്കി ക്യാപിറ്റലായി മാറിയത്. നമ്മളിവിടെ തന്നെ പല ട്രൈബൽ ഗോത്രവർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾക്കുമൊക്കെ തന്നെ വളരെ ഒരു ജെനുവിൻലി തന്നെ അവർ ഹെറിഡിറ്ററിയെ പാരമ്പര്യമായി തന്നെ അവരുടെ ഉള്ളിൽ വലിയ കരുത്തും വലിയ അത്ലറ്റുകളും ഒക്കെയുള്ള ആളുകളാണ്. പക്ഷെ അവരെ കണ്ടെത്താനോ അവരെ ട്രെയിൻ ചെയ്യാനോ നമ്മൾ തയ്യാറാകുന്നില്ല. അപ്പോൾ അത് ഏറ്റവും ആദ്യം നമ്മൾ ചെറിയ തോതിലുള്ള ഈ പറയുന്ന വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ കണ്ടെത്തി ട്രെയിൻ ചെയ്യണമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് ചൈനയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇവിടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിലവിലുള്ള അത്ലറ്റുകൾക്ക് തന്നെ കൃത്യമായ സൗകര്യങ്ങൾ കൊടുക്കുകയോ അവസരങ്ങൾ കൊടുക്കുകയോ ചെയ്യാതെ പല ഗോഡ് ഫാദർമാരുള്ള സംരക്ഷിക്കാൻ ആളുകളുള്ള ആളുകളെ മാത്രം നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. ആ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് ബ്രിജ്ഭൂഷൺ ചരൺ സിംഗ് എങ്ങനെയാണ് റെസ്ലിംഗ് ഫെഡറേഷനിലുള്ള ആളുകളോട്, അതിലെ അംഗങ്ങളായിട്ടുള്ള ആളുകളോട്, കോമൺവെൽത്ത് ഗെയിംസിലൊക്കെ നിരവധി സമ്മാനങ്ങൾ മേടിച്ചിട്ടുള്ള ആളുകളോട് പെരുമാറിയെന്ന് നമ്മൾ കണ്ടു. ഇത് റെസ്ലിംഗ് ഫെഡറേഷനിൽ മാത്രമല്ല, പീഡനങ്ങളടക്കം നിരവധി, അതായത് സ്ത്രീ പീഡനങ്ങളടക്കം ശാരീരികമായ മാനസികമായ പീഡനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളായി നമ്മുടെ സ്പോർട്സ് അതോറിറ്റികളും ട്രെയിനിങ് സെൻറ്ററുകളൊക്കെ മാറിയതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമാണിത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ബ്രിജ്ഭൂഷൺ ചരൺ സിംഗും വേൾഡ് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുമെങ്കിൽ നമുക്ക് ഇതിനു മുമ്പും അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ക്രിക്കറ്റിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ അനന്തപത്മനാഭൻ എന്ന് പറയുന്ന ഒരു കേരള ടീം ക്യാപ്റ്റൻ വർഷങ്ങളോളം കളിക്കുകയും എപ്പോഴെങ്കിലും ഇന്ത്യൻ ടീമിൽ കയറാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടും കയറാൻ പറ്റാതെ പോയതിൻ്റെ കാരണം പലപ്പോഴും നേരത്തെ പറഞ്ഞ ഒരു സംരക്ഷകനോ ഗോഡ് ഫാദറോ ഒക്കെ ഉണ്ടായാൽ മാത്രമേ സ്പോർട്സിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അത് മാറിയേ തീരൂ. ജെനുവിനായ ഒരു സ്പോർട്സിനോടുള്ള താല്പര്യമുള്ള ആളുകൾ ആ മേഖലയിൽ വരുന്നൊരു കാര്യമുണ്ടാകണം. കേരളത്തിൽ പോലും നമുക്കറിയാം, ശ്രീനിജനാണ് ഇവിടെ സ്പോർട്സ് കൗൺസിലിൽ എറണാകുളത്തെ പ്രസിഡൻ്റായിട്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു ഗേറ്റ് തുറന്നു കൊടുക്കാത്തതുകൊണ്ട് മണിക്കൂറുകളോളം മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വന്ന കുട്ടികൾക്ക് പുറത്തു നിൽക്കേണ്ടി വന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകൾ, അവർക്ക് സ്പോർട്സുമായി എന്താണ് ബന്ധം, അല്ലെങ്കിൽ സ്പോർട്സിൽ അവർക്ക് എത്രത്തോളം താല്പര്യമാണ്, അവർക്ക് എത്രത്തോളം അതിനകത്തൊരു ഭാവനാശേഷിയുണ്ട് ഇത് ഡെവലപ്പ് ചെയ്യാൻ എന്നുള്ളതൊന്നും ചിന്തിക്കാതെ നേരെ നമ്മൾ പലപ്പോഴും ഈ പറയുന്ന പല അസോസിയേഷൻ്റെ ഭാഗമായി രാഷ്ട്രീയക്കാർ ഇതിൽ പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒന്നാമത്തെ ശാപം. രണ്ടാമത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ചെറുപ്പം മുതൽ ആളുകളെ കണ്ടെത്താനുള്ള ഒരു പരിശ്രമവും നമ്മൾ നടത്തുന്നില്ല. ഇപ്പോൾ പോലും വിനീഷ് ഫോഗട്ടിന് സ്വർണം ഒരു മെഡൽ, ഏറ്റവും കുറഞ്ഞത് വെള്ളി മെഡൽ കിട്ടിയാൽ ആ വെള്ളി മെഡൽ നഷ്ടപ്പെട്ടതിൻ്റെ കാരണം നമ്മുടെ അസോസിയേഷൻ അവരോട് എങ്ങനെയാണ് പെരുമാറിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. 30ാമത്തെ വയസ്സിൽ ഞാൻ തോറ്റു, അമ്മ ക്ഷമിക്കണം, എനിക്ക് നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ തോറ്റു, ഗുസ്തി ജയിച്ചു എന്ന് പറയുന്നവരോട് പറഞ്ഞ് മനസ്സിലാക്കിയവരെ തിരുത്തി വീണ്ടും മത്സരങ്ങളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ആ കൊണ്ടുവരാൻ കഴിയണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ നമ്മൾ കാണുന്ന ചില പ്രത്യേകതകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബൻ റെസ്ലറുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് മൈജിയാൻ ലോപ്പസ് എന്നാണ്. 41 വയസ്സ് കഴിഞ്ഞ അദ്ദേഹം ഇപ്പോൾ ഏതാണ്ട് അടുത്ത ആഴ്ച 42 വയസ്സിലേക്ക് കിടക്കുകയാണ്. ആ 42 വയസ്സിലേക്ക് കിടക്കുന്നയാൾ ഒരേ ഇനത്തിൽ 5ാമത്തെ തവണ തുടർച്ചയായി ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യത്തെ ആളാണ്. 42 വയസ്സുള്ള റെസ്ലറാണെന്ന് ആലോചിക്കണം. അദ്ദേഹം ഗ്രീക്കോ റോമൻ വിഭാഗത്തിലാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ട് ആ ഗ്രീക്കോ റോമൻ വിഭാഗത്തിൽ 130 കിലോ വിഭാഗത്തിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. ആ പങ്കെടുക്കുന്ന വിഭാഗത്തിൽ 5ാമത്തെ തവണയും തുടർച്ചയായി ഗോൾഡ് മെഡൽ നേടുന്ന ഒരാളാണ്. ക്യൂബയിൽ നിന്നാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ക്യൂബയേക്കാളൊക്കെ സാമ്പത്തികമായി എത്രത്തോളം മുന്നിലാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ. ഇത് പാരീസ് ഒളിമ്പിക്സിൽ ഇനി ഏറ്റവും ചെറുപ്പത്തിലെ ആളുകളെ കൊണ്ടുവരണം എന്ന് പറഞ്ഞൊരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള അത്ലറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് ഷീങ് ഹഹാഹോ എന്ന് പറയുന്ന ഒരാളാണ്. ഷീങ് ഹഹാഹോ എന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു, കാരണം ചൈനീസ് ആയതുകൊണ്ട്.
ചൈനയിൽ നിന്നുള്ളതാണ്. 11 വയസ്സ് മാത്രമേ ആ പെൺകുട്ടിക്കുള്ളൂ. അത് സ്കേറ്റ് ബോർഡിങ്ങിലാണ് പങ്കെടുത്തിട്ടുള്ളത്. ആ സ്കേറ്റ് ബോർഡിങ്ങിൽ പങ്കെടുത്തിട്ടുള്ള പെൺകുട്ടി 2012 ഒളിമ്പിക്സിൻ്റെ ഏറ്റവും അവസാന നാളുകളിലാണ് ജനിച്ചു വീണത്. അതായത് കേവലം 2 ഒളിമ്പിക്സിൻ്റെ ഗ്യാപ്പിൽ 11ാമത്തെ വയസ്സിൽ ആ പെൺകുട്ടി ഇപ്പോൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ വേണ്ടി, സ്കേറ്റ് ബോർഡിങ്ങിൻ്റെ ഇനത്തിൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയേക്കാണ്. അതിൽ പങ്കെടുക്കുന്നതിൽ തന്നെ 2012 ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതിൽ അതിൽ 48% ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളെ നേരത്തെ മുതൽ കണ്ടെത്തി നമുക്ക് എന്തുകൊണ്ടാണ് ഡെവലപ്പ് ചെയ്യാൻ കഴിയാത്തത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. 40 പേര് സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഈ കഴിഞ്ഞ ഒളിമ്പിക്സിൽ 26 പേർ അതിൽ വനിതകളാണ്. ആ 26 പേരിൽ 66% പേർ, ഞാൻ പറഞ്ഞ 26 100% എടുത്താൽ അതിൽ 66% പേരും ടീനേജേഴ്സാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചെറുപ്പം മുതലേ ആളുകളെ കണ്ടെത്താനും അവരെ നർച്ചർ ചെയ്യാനും അവരുടെ ടാലൻറ്റ് നർച്ചർ ചെയ്യാനും അവർക്കുള്ള എല്ലാ സൗകര്യവും കൊടുത്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യാനും നമ്മൾ ശ്രമിക്കുന്നതിന് പകരം 470 കോടി രൂപ ഒരു ഒളിമ്പിക്സ് ആകുമ്പോൾ മുടക്കുന്നു. ആ ഒളിമ്പിക്സിൽ മുടക്കുന്നത് സഞ്ജയ് കുമാർ സിംഗിനെ പോലെയുള്ള റെസ്ലിംഗ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾ അയാളെ പിരിച്ചുവിട്ടതാണ്. പിരിച്ചുവിട്ടിട്ട് പോലും അയാളടക്കമുള്ള ആൾ ഗവൺമെൻറ് ചെലവിൽ അവിടെ ചെന്ന് പാരീസിൽ ചെന്ന് പുട്ടടിക്കുന്നൊരു പണിയാണ് ഇന്ത്യ ഗവൺമെൻറ്റും അതുപോലെ തന്നെ നമ്മളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇനി ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടും അവിടെ ഏറ്റവും പ്രായം കൂടിയ ഒരാൾ ഈ പാരീസ് ഒളിമ്പിക്സിൽ മത്സരിച്ചിരുന്നു. ആ പ്രായം കൂടിയ ആളുടെ പേര് സ്പെയിനിൽ നിന്നുള്ള ഒരു ഇക്വസ്റ്ററിയൻ ഈവൻറ്റ് എന്ന് പറഞ്ഞാൽ ഹോഴ്സ് റൈഡിംഗ് ആണ്. അതിൽ പങ്കെടുക്കുന്ന ഒരാൾ ജിമൻസ് കോബെ എന്ന് പറയുന്ന ജിമൻസ് കോബെ അന്റോണിയോ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അന്റോണിയോ ജിവൻസ് കോബെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ പേരിലുള്ള അദ്ദേഹം 65 വയസ്സുള്ള ഒരാളാണ്. അദ്ദേഹം അവിടെ സ്പെയിനിൽ നിന്നാണ് അദ്ദേഹം മത്സരിച്ചിരുന്നു. ഇനി മത്സരിക്കാൻ വേണ്ടി വന്ന മറ്റുള്ള അത്ലറ്റിൻ്റെ പേര് മേരി ഹന എന്നുള്ളതാണ്. വനിതയാണ്, ഓസ്ട്രേലിയയിൽ നിന്നുള്ളതാണ്. പക്ഷെ അവർക്ക് 70 വയസ്സ് അടുക്കുകയാണ്. ഇപ്പോൾ ഏതാനും ആഴ്ചകൾ കൂടി കഴിയുമ്പോൾ 70 വയസ്സ് എടുക്കുന്നത്. ഇപ്പോൾ 69 വയസ്സ് കഴിഞ്ഞു. അവർ പക്ഷേ റിസർവ് അത്ലറ്റ് ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പങ്കെടുക്കാൻ കഴിഞ്ഞ 65 വയസ്സുള്ള അത്ലറ്റ് എന്ന് പറയുന്നത് അന്റോണിയോ ജിമൻസ് കോബെ എന്ന് പറയുന്ന അത്ലറ്റാണ്, സ്പെയിനിൽ നിന്നുള്ള. അപ്പോൾ ഇത്തരത്തിൽ പ്രായമൊന്നും ഒരു ബാധകമാകാത്ത രീതിയിൽ നിരവധി ആളുകൾ മത്സരിക്കുന്ന ഒരു ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യയിൽ നിന്ന് 140 കോടി ജനങ്ങൾക്കിടയിൽ നിന്ന് ഇതിനേക്കാൾ വലിയ ടാലൻ്റുള്ള ആളുകളെ കണ്ടെത്താനും US-നോടും അതുപോലെ തന്നെ ചൈനയോടും ജപ്പാനോടും ഒക്കെ മത്സരിക്കാൻ നമുക്ക് കഴിയും. നമ്മളിവിടെ നിന്ന് കഴിഞ്ഞ തവണ വിട്ടത് വെറും 140 പേരെയാണെന്ന് ഞാൻ പറഞ്ഞു. ഈ 140 പേരെയാണെന്ന് പറയുമ്പോൾ US വിട്ടിട്ടുള്ളത് 600 പേരെയാണ്. അതുപോലെ തന്നെ ജപ്പാൻ വിട്ടിട്ടുള്ളത് 400 പേരെയാണ്. അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ ആളുകളെ വിടാൻ കഴിയുന്ന വിഭവശേഷി നമുക്കില്ലാത്തതാണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാമല്ലോ സെൻറ്റ് ലൂഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് 1,89,000 പരം ആളുകളുള്ള ഒരു രാജ്യത്ത്, 440 ആളുകളുള്ള ഒരു രാജ്യത്ത് അവർക്ക് ചിലപ്പോൾ 1000 പേരൊന്നും അല്ലെങ്കിൽ 600 പേരൊന്നും ഒളിമ്പിക്സിന് വിടാൻ കഴിയണമെന്നില്ല. പക്ഷെ നമ്മളിവിടെ വളരെ സമ്പന്നമായിട്ടുള്ള ഏറ്റവും വലിയ റിസോഴ്സാണ് 140 കോടി ജനങ്ങളെന്ന് പറയുന്നത്. അവരുടെ ഇടയിൽ കഴിവുള്ള മിടുക്കുള്ള ആളുകളുണ്ട്. പക്ഷേ ഇതിനു വേണ്ടി കണ്ടെത്താൻ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളോ സെൻട്രൽ ഗവൺമെൻറ്റുകളോ ഒരു പണിയും നടത്തുന്നില്ല. ഇതിൻ്റെ അടുത്ത പ്രശ്നം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒളിമ്പിക്സിൽ മത്സരിക്കുക, നമ്മൾ വലിയ സമ്മാനങ്ങൾ നേടുക, ലോകത്ത് പ്രശസ്തരാവുക എന്നുള്ളത് മാത്രമല്ല കാര്യം നമ്മുടെ ഓരോ താലൂക്കുകളിലും ഓരോ വില്ലേജുകളിലും ഓരോ ജില്ലാ ആസ്ഥാനങ്ങളിലുമൊക്കെ നമുക്ക് ചത്വരങ്ങൾ വേണം, ഇരുന്ന് ആളുകൾക്ക് വൈകുന്നേരം സംസാരിക്കാൻ, വർത്തമാനം പറയാൻ, ടൈം സ്ക്വയർ പോലെയുള്ള. ഇനി അതില്ലെന്നുള്ളതാ പോട്ടെ, നമുക്ക് ഏറ്റവും കുറഞ്ഞ പക്ഷം ഇത്തരത്തിലുള്ള കളിസ്ഥലങ്ങൾ വേണം. ആ കളിസ്ഥലങ്ങളിലേക്ക് യുവജനങ്ങളെ നമുക്ക് ആകർഷിക്കാൻ കഴിയണം. അങ്ങനെ ആകർഷിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മുടെ പലപ്പോഴുമുള്ള യുവജനങ്ങളൊക്കെ തന്നെ വൈകിട്ടെന്താ പരിപാടി എന്ന് ചോദിക്കുകയും രാത്രിയാകുമ്പോഴേക്കും 2 അടിക്കുകയോ 3 അടിക്കുകയോ ചെയ്യുന്നൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന രീതിയിലേക്കോ ഒരു യുവതലമുറ വഴിമാറിപ്പോകുന്നതിൻ്റെ കാര്യം സിനിമകളോ അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ്സോ അല്ലാതെ മറ്റൊരു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ്സ് അവർക്ക് ലഭ്യമല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സ്പോർട്സ് കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഇവിടെ ഇതെല്ലാം തീരുമാനിക്കുന്നത് ആരാണ് എന്നുള്ളത് കൂടി ഒരു ചോദ്യമാണ്. ഇന്ത്യയിൽ ആ തീരുമാനിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ വലിയ ബിസിനസ് ഗ്രൂപ്പുകളാണ്. ആ ബിസിനസ് ഗ്രൂപ്പുകൾ ആകെ ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരേ ഒരു സ്പോർട്ട് എന്ന് പറയുന്നത് ക്രിക്കറ്റാണ്. ക്രിക്കറ്റിനോട് അവർ താല്പര്യം വേണ്ടാന്നൊന്നും പറയുന്നില്ല. ഞാനൊക്കെ ജാവേദ് മിയാന്താദിൻ്റെ കാലത്തും രവിശാസ്ത്രിയുടെ കാലത്തും അതിനുശേഷം കപിൽ ദേവൊക്കെ കളിച്ചിരുന്ന കാലത്തൊക്കെ വളരെ കൃത്യമായി ക്രിക്കറ്റ് വീക്ഷിച്ചിരുന്ന ഒരാളാണ്. സ്കൂളുകളിൽ നിന്ന് കളി കാണാൻ വേണ്ടി നമ്മൾ ഓടി വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ ജാവേദ് മിയാന്താദ് 6 അടിച്ച് ജയിപ്പിക്കുന്ന കളി, ചേതൻ ശർമ്മ ബോൾ ചെയ്യുന്നതൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുള്ള ഒരാളാണ്. പക്ഷേ നിങ്ങൾ അറിയേണ്ടത് അത് പരസ്യക്കാർക്ക് കുറേ കൂടി സൗകര്യമുള്ളൊരു ഗെയിമാണെന്നുള്ളത് കൊണ്ട് അത് മാത്രം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന രീതികൾ അവസാനിപ്പിക്കണം. ഇപ്പോൾ പലപ്പോഴും വലിയ മത്സരങ്ങളോ അല്ലെങ്കിൽ ആളുകളോ ഒന്നും കണ്ണിൽ കാണാത്ത അല്ലെങ്കിൽ ആളുകളുടെ ഒന്നും പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റാത്ത ഒരുപാട് ഇനങ്ങളിലാണ്
ചൈനയിൽ നിന്നുള്ള പെൺകുട്ടികൾ മത്സരിക്കുന്നത്. ഇപ്പോൾ ജിംനാസ്റ്റിക് പോലെയുള്ള ഐറ്റങ്ങളിലാണ് മത്സരിക്കുന്നത്. പക്ഷേ ആ മത്സരങ്ങളിൽ നിന്ന് അവർക്ക് വലിയ രീതിയിൽ ഗോൾഡ് എന്ത് ചെയ്യാൻ പറ്റും, റീപ്പ് ചെയ്യാൻ പറ്റും, കൊയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് വിശദമായിട്ടുള്ളൊരു പ്ലാൻ ഇന്ത്യക്ക് ആവശ്യമുണ്ട്. ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങളോ മറ്റുള്ളവരോ ഒന്നും ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ട്, ചർച്ച ചെയ്യാത്തതുകൊണ്ടാണ് ഞാനിത് വിശദമായി പറഞ്ഞത്. ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം നേരത്തെ പറഞ്ഞ പോലെ ഡ്രഗ്സിൽ നിന്നും അതുപോലെ മറ്റ് ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും മറ്റനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ നിന്നും ഒക്കെ ആളുകളെ പിന്തിരിപ്പിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, മാനസികമായ വലിയ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ ഇവിടെയുള്ള ആളുകൾ ഇപ്പോൾ പലപ്പോഴും SLCയുടെ റിസൾട്ടൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ 10th റിസൾട്ട് വരുമ്പോഴൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, അതായത് ഡിസ്റ്റിങ്ഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കുട്ടി ആത്മഹത്യ ചെയ്യുന്നു, തോൽവികളിൽ നിന്ന് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു എന്നൊക്കെ. എന്തുകൊണ്ടാണ് നമ്മൾ ആലോചിക്കേണ്ടത്? അവർ തോക്കാൻ പഠിക്കാത്തത് കൊണ്ടാണ്. തോക്കാൻ പഠിക്കണമെങ്കിൽ ഏറ്റവും ഒരു എക്സ്പെൻസീവ്, നമുക്കൊരു ബിസിനസ് ചെയ്ത് തോറ്റു എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവാണ്. അത്തരത്തിൽ എക്സ്പെൻസീവായിട്ടുള്ള ഒരു വളരെ നമുക്കൊരിക്കലും വലിയ കോസ്റ്റുള്ള കാര്യങ്ങൾ സിനിമ എടുത്തിട്ട് പഠിക്കാൻ പറ്റില്ല, കാരണം 5 കോടി മുടക്കിയിട്ട് പഠിക്കാൻ പറ്റില്ല. പക്ഷെ തോൽവി പഠിക്കാനുള്ള ഏറ്റവും നല്ല കാര്യം നമ്മൾ കളിക്കളങ്ങളിൽ തോൽക്കുന്നതാണ്. ആ തോറ്റുകൊണ്ട് പിന്നീട് ജയിക്കാമെന്ന് നമുക്ക് മനസ്സിലായാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വലിയ ഉണർവുണ്ടാവൂ. അതുകൊണ്ട് ഇത് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്നതിൻ്റെ മാത്രം കാര്യമല്ല, ഒരു ജനതയുടെ മാനസികാരോഗ്യത്തിൻ്റെയും അവൻ്റെ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെയും ഡ്രഗ്സിൽ നിന്നും മറ്റ് ലഹരി പദാർത്ഥങ്ങളിൽ നിന്നുമൊക്കെ അവരെ രക്ഷിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് എന്നുള്ളത് ഗവൺമെൻറ്റും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റുകളും കേന്ദ്ര ഗവൺമെൻറ്റുകളൊക്കെ മനസ്സിലാക്കണം. ഈ പറഞ്ഞ മോശപ്പെട്ട വൃത്തികെട്ട രാഷ്ട്രീയക്കാരെ ഇവിടെ നിന്ന് അടിച്ചോടിക്കണം. ഇതിൽ ശുദ്ധികലശം നടത്തണം. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും 140 കോടി ജനങ്ങൾ 5ഉം 6ഉം മെഡലുകളുമായി ഒളിമ്പിക്സിൽ പോകുന്ന കാലം വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും.